ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു AlfaEduMate. ഒരു പക്ഷേ ഞാൻ ചെയ്യുമായിരുന്നു, ഒരു പക്ഷേ ഞാൻ വിളിക്കുമായിരുന്നു. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചേനെ. നീ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിനക്ക് ജോലി കിട്ടുമായിരുന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മൈറ്റ് എന്നുള്ള ഈ വേർഡ് മാത്രമാണ് കേട്ടോ. മൈറ്റ് എന്നുള്ള ഈ വേർഡ് മാത്രം ഓർത്ത് വെക്കുക. ഇതുപോലെയുള്ള സെൻറ്റൻസൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ ചെയ്തേനെ എന്നാണ് അല്ലേ. ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന വേർഡ് ഏതാണ്? ഒരു പക്ഷേ എന്നുള്ളതാണ് അല്ലേ. ഒരു പക്ഷേ ചെയ്തേനെ, ഒരു പക്ഷേ പോയേനെ, ഒരു പക്ഷേ വിളിച്ചേനെ, ഒരു പക്ഷേ സഹായിച്ചേനെ എന്നാണ് അല്ലേ. ഈ ഒരു അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ എന്നുള്ള അർത്ഥം കിട്ടാനാണ് നമ്മൾ മൈറ്റ് എന്നുള്ള വേർഡ് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മൈറ്റ് എന്നുള്ള വേർഡ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് സെൻറ്റൻസുകളിൽ ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്. നിങ്ങൾ അയാളെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ വന്നേനെ. നിങ്ങൾ അയാളെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ വന്നേനെ. ഓക്കെ, ഒരു പക്ഷേ അയാൾ വന്നേനെ എന്നാണ് കേട്ടോ. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ അയാളെ ക്ഷണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വന്നേനെ, തീർച്ചയായിട്ടും അയാൾ വന്നേനെ എന്നാണ് നമ്മൾ അന്ന് പഠിച്ചത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ വന്നേനെ എന്നാകുമ്പോൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വുഡ് എന്നുള്ള വേർഡാണ് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. വുഡ് എന്നുള്ള വേർഡ്. ഇവിടെ വുഡിന് പകരമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് മൈറ്റ് എന്നുള്ള വേർഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ വന്നേനെ എന്നാകുമ്പോൾ മൈറ്റ് എന്നുള്ള വേർഡാണ് ഓർത്ത് വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ സെൻറ്റൻസ് പറയാം. നിങ്ങൾ അയാളെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ വന്നേനെ. അപ്പോൾ എന്താണ്, എങ്ങനെ പറയാം? ഇഫ് യു ഇൻവൈറ്റഡ് ഹിം. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അല്ലേ. ഇഫ് യു ഇൻവൈറ്റഡ് ഹിം, നിങ്ങൾ അയാളെ ക്ഷണിച്ചിരുന്നു എങ്കിൽ. ഇഫ് എങ്കിലാണ് അല്ലേ. ഇഫ് എങ്കിൽ. ഇഫ് യു ഇൻവൈറ്റഡ് ഹിം, നിങ്ങൾ അയാളെ ക്ഷണിച്ചിരുന്നെങ്കിൽ. ഹി മൈറ്റ് കം, അയാൾ ഒരു പക്ഷേ വന്നേനെ. ഹി മൈറ്റ് കം. ഇവിടെ ഹി വുഡ് കം എന്നാവുമ്പോഴോ അയാൾ തീർച്ചയായിട്ടും വരുമായിരുന്നു എന്നാണ് അർത്ഥം കേട്ടോ. തീർച്ചയായിട്ടും വരും എന്നുള്ളത് ഹി വുഡ് കം. ഇവിടെ ഹി മൈറ്റ് കം എന്നതുകൊണ്ട് ഒരു പക്ഷേ വന്നേനെ, വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു മൈറ്റ് ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു മൈറ്റ് ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്. നീ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയേനെ. ഒരു പക്ഷേ നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയേനെ അല്ലേ, കിട്ടുമായിരുന്നു എന്നിട്ടോ. അപ്പം ഇവിടെ യു വുഡ് ഗെറ്റ് ഫസ്റ്റ് ക്ലാസ് എന്നാകുമ്പോൾ എന്താണ്? എന്തായാലും നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയേനെ എന്നാണ് അർത്ഥം. പകരം നമ്മളിവിടെ മൈറ്റാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് എന്താണ്? ഒരു പക്ഷേ നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയേനെ, നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇഫ് യു അപ്ലൈഡ് ഫോർ ദ ജോബ് യു മൈറ്റ് ഗെറ്റ് ഇറ്റ്. ഇഫ് യു അപ്ലൈഡ് ഫോർ ദ ജോബ് യു മൈറ്റ് ഗെറ്റ് ഇറ്റ്. നീ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു എങ്കിൽ നിനക്കൊരു പക്ഷേ ജോലി കിട്ടിയേനെ അല്ലേ. നീ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ നിനക്കത് കിട്ടിയേനെ എന്നാണ് അർത്ഥം കേട്ടോ. കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? ഇഫ് യു അപ്ലൈഡ് നമ്മൾ പാസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത് കേട്ടോ. ഇഫ് യു അപ്ലൈഡ്, അപ്ലൈ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റാണ് അപ്ലൈഡ് കേട്ടോ. അപേക്ഷിക്കുക, അപേക്ഷിച്ചു എന്നുള്ളതാണ് കേട്ടോ. നീ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു എങ്കിൽ നിനക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. If you invited me, I might come. If you invited me, I might come. നീ എന്നെ ക്ഷണിച്ചിരുന്നു എങ്കിൽ ഞാൻ ചിലപ്പോൾ വന്നേനെ അല്ലേ. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വന്നേനെ. മൈറ്റ് കം ഒരു പക്ഷേ വന്നേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ വന്നേനെ എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. മൈറ്റിൻ്റെയും വുഡിൻ്റെയും ഡിഫറൻസ് ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ വുഡാണെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ, മൈറ്റ് ആകുമ്പോഴോ ചിലപ്പോൾ ഞാൻ വന്നേനെ എന്നാണ് അർത്ഥം കേട്ടോ. ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, if we ran to the station we might catch the train. If we ran to the station we might catch the train. അർത്ഥം കിട്ടിയില്ലേ? നമ്മൾ സ്റ്റേഷനിലേക്ക് ഓടിയിരുന്നെങ്കിൽ നമുക്ക് ട്രെയിൻ കിട്ടുമായിരുന്നു. നമുക്ക് ഒരു പക്ഷേ ട്രെയിൻ കിട്ടുമായിരുന്നു അല്ലേ. വി മൈറ്റ് ക്യാച്ച് ദ ട്രെയിൻ, നമുക്ക് ട്രെയിൻ കിട്ടുമായിരുന്നു, കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ വുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലോ എന്തായാലും നമുക്ക് ട്രെയിൻ കിട്ടുമായിരുന്നു എന്നാണ് അർത്ഥം വരിക കേട്ടോ. ഇഫ് യു റാൻ ടു ദ സ്റ്റേഷൻ വി വുഡ് ക്യാച്ച് ദ ട്രെയിൻ എന്നാണെങ്കിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് ഓടിയിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും ട്രെയിൻ കിട്ടുമായിരുന്നു എന്നാണ് അർത്ഥം കേട്ടോ. ഇനി നെഗറ്റീവ് സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇഫ് യു ഡിഡ്ന്റ് റിമൈൻഡ് ഹിം ഹി മൈറ്റ് ഫോർഗെറ്റ് ഇറ്റ്. If you didn't remind him, he might forget it. എന്താണ് അർത്ഥം? If you didn't remind him,
നിങ്ങൾ അയാളെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അയാൾ അത് മറന്നുപോയേനെ. നിങ്ങൾ അയാളെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അയാൾ അത് മറന്നുപോയേനെ. ഇഫ് യു ഡിഡിൻറ്റ് റിമൈൻഡ് ഹിം, ഡിഡ് ഓൾറെഡി പാസ്റ്റ് ആണ്, അതുകൊണ്ട് പിന്നെ റിമൈൻഡ് എന്ന് വേണ്ട കേട്ടോ, റിമൈൻഡ് എന്ന് മതി. ഇഫ് യു ഡിഡിൻറ്റ് റിമൈൻഡ്, നെഗറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നോട്ട് ചേർക്കണം കേട്ടോ. ഇഫ് യു ഡിഡിൻറ്റ് റിമൈൻഡ് ഹിം, നിങ്ങൾ അയാളെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ, ഹി മൈറ്റ് ഫോർഗെറ്റ് ഇറ്റ്. ഫോർഗെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മറന്നു പോകുക എന്നാണ് അല്ലേ. ഒരു പക്ഷേ അയാളത് മറന്നു പോയേനെ എന്നാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് കൂടെ പറയാം. ഇഫ് യു ടോൾഡ് മീ ഐ മൈറ്റ് ഹെൽപ്പ് യു. ഇഫ് യു ടോൾഡ് മീ ഐ മൈറ്റ് ഹെൽപ്പ് യു. നീ എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ നിന്നെ ഒരു പക്ഷേ സഹായിച്ചേനെ. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്നെ സഹായിച്ചേനെ. നീ എന്നോട് പറഞ്ഞില്ലല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിച്ചില്ല എന്ന അർത്ഥത്തിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കാം, മൈറ്റ് ഒരു പക്ഷേ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. പകരം നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുമായിരുന്നു, ഉറപ്പായിട്ടും ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അപ്പം വുഡ് വെച്ചിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് കാണാത്തവരൊന്ന് കാണാനായിട്ട് അതും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്